ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ തിരക്കും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടല്ലെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു, പക്ഷേ ഇന്ന് നല്ല മഴയാണ് രാവിലെ തൊട്ട്. അപ്പോൾ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് കുറച്ച് ഫ്രീ ആണ്. മോളെ സ്കൂളിലൊക്കെ വിട്ടു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മീഷോയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ മേടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഡ്രസ്സ് മേടിച്ചായിരുന്നു. 2 ഡ്രസ്സുണ്ട്, ഇനി വരാനുണ്ട്. അപ്പോൾ അത് കുറഞ്ഞ വിലക്കുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കാരണം എല്ലാവർക്കും ഡൗട്ടായിരിക്കും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്ലോത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്കൊരു കണ്ടൻറ്റും ആവും, നിങ്ങൾക്കൊരു ഉപകാരം ആവും അല്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇത് മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 സംതിങ്, അത്രേ ഉള്ളൂ. 200 സംതിങ് ആണോ 100 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 200 സംതിങ് ഉള്ളൂ. 200 സ്റ്റാർട്ടിങ് 206 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് നമുക്ക് മീഷോയിൽ കുറേ ഓഫർ ഉണ്ടല്ലോ. ആദ്യം റേറ്റ് കാണിക്കും, പിന്നെ കോയിൻസ് കാണിക്കും, പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെയും കുറയും. അങ്ങനെ നമുക്ക് ഒരുപാട് ഓഫർ കിട്ടുന്ന ഒന്നാണ് മീഷോ. അത് നല്ലതാണ് കേട്ടോ. ചില ഡ്രസ്സൊക്കെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്, പക്ഷേ ഇപ്പോൾ ഇത് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഡ്രസ്സ് വാങ്ങുക എന്ന് പറയുന്നത് ചുരിദാർ, സാരി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ വാങ്ങാറുള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് മോഡേൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എല്ലാ തരം ഡ്രസ്സും ഇടണം. നമുക്കത് ആക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അത് ഡെയിലി ഇടുമ്പോഴാണല്ലോ നമുക്കത് ചേരുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മോഡേൺ ഡ്രസ്സ്, ഭയങ്കര അൾട്രാ മോഡേൺ അല്ലെങ്കിലും കുറച്ച് ഒന്ന് മോഡേണായിട്ട് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. കാണുന്നതെന്ന് വിചാരിക്കും. ഒരു ക്രോപ്പ് ടോപ്പാണ്. അതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവാണ്. ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത്, ഇത് ക്ലോത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കോട്ടൺ ബ്ലെൻഡാണ് തോന്നുന്നു. അങ്ങനെ അത് തന്നെയാണ് ഇതിൻ്റെ ക്ലോത്ത്. നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മളിടുമ്പോഴും നല്ല കട്ടിയുള്ള ഡ്രസ്സാണ്. ഇതാണ് എൻ്റെ ടോപ്പ്. ടോപ്പിൽ തലയിൽ ഇങ്ങനെ ഒരു കുപ്പിയൊക്കെ വരുന്നുണ്ട്. കുപ്പിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഓക്കെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പറ്റും. അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ടോപ്പ് ഞാൻ ഇതിട്ട് കാണിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാണ്. വേസ്റ്റ് ഇങ്ങനെ ഇലാസ്റ്റിക്കാണ്. കെട്ടൊന്നുമില്ല, ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതും ഒരു നല്ല ലുക്കായിരിക്കും. നമുക്ക് ഷൂ ഒക്കെ അതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ, ഞാൻ ഷൂ എല്ലാം പെയർ ചെയ്യുന്നത് എനിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് രണ്ടോ. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര വർത്താണ്. കാരണം കട്ടിയുണ്ട്, വില കുറവാണ്. 190 സംതിങ്, ഞാനിപ്പോൾ നോക്കിയായിരുന്നു. അത്രയാണ് എൻ്റെ റേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ഡ്രസ്സ് ഒരു യെല്ലോ. ഇതൊരു ടോപ്പാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്, പക്ഷേ ഭയങ്കര ക്രോപ്പ് ടോപ്പ് പറയാൻ പറ്റില്ല, കുറച്ച് ലെങ്തിയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ജീൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്ലാക്ക്. അപ്പോൾ അത് വന്നിട്ട് അതിന് ഫുൾ കറക്റ്റ് ലുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫുൾ നെക്കാണ്. ഇതും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻസ് വന്നിട്ടില്ല. ഇത് വരുമ്പോൾ ഞാൻ പൊന്നിച്ച് എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഇത് ഇട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു ലുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ഒരു ചെറിയ പഫാണ് കേട്ടോ. 3/4 നമ്മൾ ഏകദേശം മുട്ട് വരെ വരുന്നതാണ്.
അവിടെ കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും. എനിക്കിത് ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നും വന്നില്ല, കാരണം കറക്റ്റ് ഫിറ്റാണ്. ഞാൻ എക്സലാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ എല്ലാ ഡ്രസ്സും എക്സലാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലൊരു യെല്ലോ കളറാണ്. ഇത് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ റേറ്റ് വരുന്നതും 190 180 സംതിങ് ആണ്. കാരണം 200 സംതിങ് ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓഫർ, കോയിൻസ്, ഓൺലൈൻ പേയ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എമൗണ്ട് കുറഞ്ഞ് വരും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പല കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വിചാരിക്കുന്നു ഇതെടുക്കാൻ എല്ലാ കളറും എടുത്ത് വെക്കണമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. കാരണം ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കറിയണമല്ലോ എങ്ങനെയാണ് കട്ടി കാര്യങ്ങൾ. പക്ഷെ നല്ല കട്ടിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടുമ്പോഴും നല്ല എന്താ പറയുക, കംഫർട്ടാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ എനിക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് ഡ്രസ്സ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഡ്രസ്സ് വരുന്നത്. ഇത് ഏകദേശം ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ലെങ്താണ് വരുന്നത്. ഇപ്പോൾ ആ പിങ്ക് കളർ കാണുന്നത് ഞാനൊരു കാപ്രസ് ലെഗിൻസാണ് കേട്ടോ എൻ്റെ അടിയിലിട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നർ നമ്മുടെ ഷെമീസോ അങ്ങനെ എന്തെങ്കിലും ഇടാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അത് സാരമില്ല, എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് കിട്ടും. പാൻസ് ഇങ്ങനെ ഷോ ടോപ്പ് ആയതുകൊണ്ട് പാൻസിന് ഒരു കംഫർട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഏത് കളറും നമുക്കിതിന് ചേരും. വൈറ്റ് ആയതുകൊണ്ട് ഏത് കളറും ചേരും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ്പ്. ഞാൻ ക്യാപ്പൊന്ന് വെച്ച് നോക്കിയതാണ്. നല്ല സ്റ്റൈലിഷാണ് കേട്ടോ. നമുക്ക് എവിടെ യാത്രയൊക്കെ പോകുമ്പോൾ, ടൂർ പോകുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞില്ല കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് അങ്ങനെ അൾട്രാ മോഡേൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നമ്മുടെ ബേസിൻ്റെ ഭാഗത്ത് വളരെ ഇച്ചിരി കാണാം. പക്ഷെ നമുക്ക് ഇന്നർ എന്തെങ്കിലും വെച്ച് മറയണം എന്നുള്ളത് അങ്ങനെ നല്ലതാണ്. ബ്ലാക്ക് ഇന്നറൊക്കെ യൂസ് ചെയ്ത് അത് ഓക്കെ ആവും, നല്ല ഓക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ, കുറഞ്ഞ വിലയ്ക്ക് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്ക് ബൈ ബൈ.